Hello, hi, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പാർവതി നമ്പ്യാർ ചാനൽ. ഇന്ന് നമ്മുടെ പരിപാടി ഞാൻ നിൽക്കുന്ന കണ്ടാൽ തന്നെ അറിയാം കിച്ചണിലാണ്. സോ ഫുഡ് വ്ളോഗാണ്. അപ്പോ ഞങ്ങള് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നി കേക്ക് ഉണ്ടാക്കാമെന്ന്. എല്ലാവർക്കും കേക്ക് ഇഷ്ടമായിരിക്കും. എന്താ പറയാ, കൊച്ചു കുട്ടികൾ മുതൽ വലിയ എന്താ പറയാ അപ്പൂപ്പൻ അമ്മമാർക്ക് വരെ കേക്ക് ഇഷ്ടമായിരിക്കും. സോ നമ്മൾ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇത് സാധാരണ കേക്കല്ല, ഹെൽത്തി കേക്കാണ്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ചോക്ലേറ്റ് കേക്കാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ബനാന കേക്ക് എന്ന് പറയാം. നമുക്കത് മാറ്റി മാറ്റി അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന്റെ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഹെൽത്തി കേക്കാണ് ഉണ്ടാക്കുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ആൽമണ്ട് ഫ്ലവർ, ബദാം പൗഡർ. ഇത് ഞാൻ ഈ സർവിംഗ് സ്പൂൺ വെച്ചിട്ടാണ് മെഷർ ചെയ്തത്. സോ ഞാൻ 3 സർവിംഗ് സ്പൂൺ ഓഫ് ആൽമണ്ട് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് വീറ്റ് ആണ്. ഇത് ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു അലങ്കാരത്തിന് നമ്മൾ ഇടുന്നതാണ് വീറ്റ്, അല്ലെങ്കിൽ ആൽമണ്ട് ഫ്ലവറിൽ അടിപൊളി കേക്ക് ഉണ്ടാവും. സോ ഇത് ഞാൻ 2 സർവിംഗ് സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. 2 സർവിംഗ് സ്പൂൺ ഓഫ് വീറ്റ്. ആൻഡ് ഇത് മെയിൻ ഹീറോ കൊക്കോ പൗഡർ. ഇത് ഞാൻ 1.5 സർവിംഗ് സ്പൂൺ ഓഫ് കൊക്കോ പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഓർഗാനിക് കൊക്കോ പൗഡർ ആണ്. ഹീറോ ഓഫ് ദ ഷോ. യെസ്. ഇനി ഇത് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ. ഇത് 1/2 ടീസ്പൂൺ ഓഫ് സോൾട്ട്. ആൻഡ് ഇത് സ്റ്റെവിയ ആണ്, പ്ലാൻ ഷുഗർ ആണ്. നമ്മള് നോർമൽ ഷുഗറിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ നോർമൽ ഷുഗർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 2 സർവിംഗ് സ്പൂൺ ഓഫ് നോർമൽ ഷുഗർ. ഇതിപ്പോ നമ്മൾ ഹെൽത്തി, അണ്ടർലൈൻ ഹെൽത്തി ആയതുകൊണ്ട് നമ്മൾ സ്റ്റെവിയ യൂസ് ചെയ്യുന്നു. സോ ഇത് 1 സർവിംഗ് സ്പൂൺ ഓഫ് സ്റ്റെവിയ. പറ്റുന്നത്ര ഹെൽത്തി. അതെ. സോ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാണ്. വെറ്റിൽ ആദ്യം വരുന്നത് ബനാന. ഇത് നമ്മള് മിക്സിലിട്ട് അടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യാം, നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചാലും മതി. ആൻഡ് ഒരു ഫുള്ള് മുട്ട, ഒരു ഫുൾ എഗ്, ഒരു 1 ടീസ്പൂൺ ഓഫ് വാനില എസൻസ്. ആൻഡ് ഇത് ബട്ടർ ആണ്. നമ്മൾ ഇതിലേക്ക് മെൽറ്റഡ് ബട്ടർ ആണ് ഒഴിക്കുന്നത്. ആൻഡ് ആൽമണ്ട് മിൽക്ക്. അത് നമ്മൾ സാധാരണ നോർമൽ മിൽക്കിന്റെ പകരം ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യുന്നു. സോ അത്രേ ഉള്ളൂ. ആൻഡ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് എന്റെയും വിനത്തിന്റെ ഒരു സീക്രട്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഇൻഗ്രീഡിയന്റ് ആണ്. അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ ലാസ്റ്റ് പറഞ്ഞുതരും. ഓക്കെ, നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഫസ്റ്റ് ആൽമണ്ട് ഫ്ലവർ ഇടാണ്. ആൽമണ്ട് ഫ്ലവർ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ പൗഡർ ആയിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം, മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പക്ഷെ എനിക്കും വിധത്തിൽ ആ തരിതരി പോലെ ഇരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇടുന്നു. ഓക്കെ, സോ അടുത്തത് വീറ്റ് ആണ്. വീറ്റ് നമുക്കൊന്ന് അരിച്ചെടുക്കാം, ഒന്ന് സേവ് ചെയ്യാം. ഞാനൊരു കഴിഞ്ഞ് ഉപയോഗിച്ച് സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൽ ഇങ്ങനെ കട്ടയായിട്ട് ആ ഒരു ഇത് കിടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാരും എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പാറുവിന് സുഖാണോ? എനിക്കും ദൈവമായിട്ട് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഞാനും ഇരിക്കുന്നു. നമുക്ക് 2 സർവിംഗ് സ്പൂൺ ഓഫ് വീറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. നിങ്ങൾ വീറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു 5 സർവിംഗ് സ്പൂൺ ഓഫ് ആൽമണ്ട് ഫ്ലവർ യൂസ് ചെയ്താൽ നന്നായിരിക്കും. കാരണം അത്യാവശ്യം ഒരു മോൾഡ് നമുക്ക് എപ്പോഴും ഒരു നോർമൽ സൈസിന് അനുസരിച്ച് 5
സെർവിങ് സ്പൂൺ ഓഫ് ആൽമണ്ട് ഫ്ലവർ ആണ് നല്ലത്. പക്ഷെ ഇത് ഞാനിപ്പോ രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് 3 സെർവിങ് സ്പൂൺ ഓഫ് ആൽമണ്ട് ഫ്ലവറും 2 സെർവിങ് സ്പൂൺ ഓഫ് നമ്മുടെ വീറ്റ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ വീറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഞാൻ 1.5 കപ്പാണ്. ഇതിനൊരു വല്ലാത്ത മണമാണല്ലോ, അല്ലടാ? ഭയങ്കര മണമാണ്. ഓക്കേ, ആഹാ അടിപൊളി. അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ. ഇനി സ്റ്റീവിയയുടെ ഞാൻ പറഞ്ഞു തന്നു, നമ്മൾ നോർമൽ ഷുഗർ ആണെങ്കിൽ 2 സെർവിങ് സ്പൂൺ ഓഫ് നോർമൽ ഷുഗർ, ഇത് 1 സെർവിങ് സ്പൂൺ ഓഫ് നോർമൽ ഷുഗർ. ഐ മീൻ സ്റ്റീവിയ. അബദ്ധം ആർക്കും പറ്റും, അല്ലേടാ? ഇത് ഷുഗർ തന്നെയാണ്. അതെ, ഷുഗർ തന്നെയാണ്, പക്ഷെ സ്റ്റീവിയ. സോ ഇനി 1/2 ടീസ്പൂൺ ഓഫ് സോൾട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഇളക്കുക. അത് വിസ്കിങ് കഴിഞ്ഞു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ആണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം. സോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ബനാന പഴം ഞാനിത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ഉടച്ചാലും മതി. സോ അത് റെഡിയായി. ഇനി ഒരു ഫുൾ എഗ്, ഇനി മെൽറ്റഡ് ബട്ടർ, ബട്ടർ എത്ര സ്പൂൺ? 2 സ്പൂൺ ബട്ടർ. പിന്നെ നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നത് ആ മോൾഡിലൊന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്യണം. ഇത് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഓഫ് വാനില എസൻസ്. As required. Yes. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ. അതിന്റെ ആ ഒരു എസൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ 1 സ്പൂൺ ആക്കാം. എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. അല്ലാത്തവർക്ക് ഹാഫ് ടീസ്പൂൺ. ഓക്കെ, ഇനി നന്നായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാല് ബനാന ഞാൻ ബ്ലെൻഡ് ചെയ്തത് കുറച്ച് ആൽമണ്ട് മിൽക്ക് ഒഴിച്ചിട്ടാണ്. നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആയി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നില്ല, ഞാൻ അതിലേക്ക് ഒഴിച്ച് അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഞാനിനി മിൽക്ക് ഒഴിക്കും. ഓക്കെ, സോ ഇത് മിക്സായി. നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് പണലാം. പിന്നെ അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കണം. അതെ, പക്ഷെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കും എന്ന് അറിയില്ല, നമുക്കത് കണ്ടുപിടിക്കണം അല്ലേ? ഹെൽത്തി ആയിട്ട് എങ്ങനെ? ഞാനപ്പോ ഇതിപ്പോ കണ്ടില്ല, ഇങ്ങനെയാണ്. സോ ഞാൻ അതില് ആവശ്യത്തിനനുസരിച്ച് ഇനി മിൽക്ക് ഒഴിച്ച് അതിന് പാകത്തിനുള്ള ഇതാ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആണ്. ഇത് ഞങ്ങളുടെ ഒരു സ്റ്റൈൽ ഓഫ് ബേക്കിംഗ് ആണ് കേട്ടോ, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ഇതിന് ഞങ്ങൾ രണ്ടുപേരും തന്നെ കേക്ക് കഴിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി അല്ലേ? അതുകൊണ്ട് നന്നായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയുന്നവർ ഇതിനേക്കാളും അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷെ ഇത് ഞങ്ങളുടെ സ്റ്റൈൽ, വിൻ പാസ് സ്റ്റൈൽ. #. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മള് അടിപൊളിയായിട്ട് നമ്മുടെ കേക്കിന്റെ മിക്സ്ചർ റെഡിയായി. ഇനി നമ്മൾ ആ മോൾഡിലേക്ക് കുറച്ച് ഒന്ന് ബട്ടർ ഒന്ന് ആഡ് ചെയ്യുക. അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കേക്ക് ഒഴിക്കുക, ബേക്ക് ചെയ്യുക. ബേക്കിംഗ് വിനത്ത് പറഞ്ഞു. ബേക്കിങ്ങിന് മുമ്പ് ഇത് കണ്ടിട്ട് നമുക്ക് അത് ശരി കേട്ടോ. നോക്കി നോക്കുന്നു കുഴപ്പമില്ലേട്ടാ, അടിപൊളിയുണ്ട്. ഓക്കെ, സോ നമ്മുടെ മിക്സർ റെഡിയായി. നമുക്കിനി ബേക്ക് ചെയ്യാം. ഓക്കെ, ബേക്കിംഗ് ഒന്ന് കാണിച്ചു തന്നാ മതി. ഓക്കെ, അപ്പോ ഈ കുക്കിംഗ് ഇത് നമ്മുടെ മോൾഡാണ്. ഇതിൽ നമ്മൾ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ബട്ടർ. ഓക്കെ, അൺസോൾട്ടഡ് ബട്ടർ ആണ്, മറക്കരുത്. നേരത്തെ പാറ് ഉണ്ടാക്കുമ്പോ അതും അൺസോൾട്ടഡ് ആണ്. മധുരത്തിന് വരും കുറച്ച് സോറി, അൺസോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യണം. ശരിയാണ്, ഞാൻ തെറ്റിച്ചു. സാറ് കറക്റ്റ് ആയിട്ട് പറഞ്ഞതിൽ സന്തോഷം. തെറ്റിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ശരി ശരി സാർ. പിന്നെ ഇതൊരു കാര്യമായിട്ട് ഭയങ്കരമുണ്ട്. നീ ആ കൈ കൊണ്ട് പിടിച്ചോ, എന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലേ, കുഴപ്പമില്ല. ആ, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. എന്തായാലും ഒഴിക്കുന്നില്ല. അല്ല, വേണ്ട വേണ്ട, തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിച്ച മതി. പേര് എന്ത് ക്രോണിക് ബാക്സ് അതല്ലേ തുത്തരു. ഓക്കെ, അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിച്ചു. നമുക്ക് നമ്മുടെ അവനിലേക്ക് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സെറ്റ് ചെയ്യാൻ പോണത് 200 degrees 30 to 35 minutes. അപ്പൊ 30 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. അതെ, ചെക്ക് ചെയ്തിട്ട് മതിയായിട്ടില്ലെങ്കിൽ ഒരു another 5 more minutes കൂടി വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു വിനീത്. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ് ആയി. നമുക്ക് എടുത്ത് നോക്കാം എന്തായി. വാവ്, ഗുഡ്. കൊള്ളാം. കുറച്ച് ഫ്ലഫിനെസ് പൊങ്ങി വരും ഇത് ബേക്ക് ആകുമ്പോഴേ. കൊള്ളാം, അടിപൊളി. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കൂളായിട്ട് തണുത്തിട്ട് കഴിക്കാം. പക്ഷെ അതിന് ഒരു കാര്യം ഉണ്ടല്ലേ, അതായിട്ടില്ല, നമുക്ക് പറയാം. ശരി ശരി. അങ്ങനെ 30-35 മിനിറ്റ് നമ്മൾ കാത്തിരുന്ന് നമ്മുടെ കേക്ക് റെഡിയായി. ഇനി ഞങ്ങളുടെ സസ്പെൻസ് ഞങ്ങൾ പൊളിക്കുകയാണ്. സസ്പെൻസ് ഒന്നുമില്ല, ഞങ്ങള് രണ്ടുപേരും കൂടി ട്രൈ ചെയ്ത ഒരു ഇതിന്റെ മുകളിലൊന്ന് അലങ്കരിക്കാൻ വേണ്ടി ഒരു സിറപ്പ് ഉണ്ടാക്കി. അതെന്താന്നല്ലേ, നേരത്തെ ഞങ്ങൾ ഇവിടെ വെച്ചിരുന്ന ഹണി ആൻഡ് ന്യൂട്ടെല്ല. ന്യൂട്ടെല്ല വേണം എന്നില്ല, ഹണി മാത്രമായിട്ട് ഒഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു കുറച്ചും കൂടി ഒരു സ്വാദിനും ആ ഒരു കളറിനും ലുക്കിനൊക്കെ വേണ്ടിയിട്ടാണ് ന്യൂട്ടെല്ല കുറച്ച് ഇട്ടത്. നമ്മൾ കൂടുതലും ഹണിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ന്യൂട്ടെല്ല ഫോർ ഒരു ടേസ്റ്റും പിന്നെ ഒരു ലുക്കല്ലേ, കണ്ടില്ലേ, നല്ല ആഹാ, നല്ല എന്താ പറയാ, ചോക്ലേറ്റ് സിറപ്പ് പോരില്ലേ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാല്ലേ.
നമ്മള് ഈ നോർമൽ കേക്സിൽ നമ്മള് ഐസിങ് ചെയ്യുന്ന പോലെ. പിന്നല്ല അപ്പോ നമ്മള് നല്ല ഭംഗിയിൽ ആ കേക്ക് ഡെക്കറേറ്റ് ചെയ്തു. ഇനി കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ല, ശരി. വാ കട്ട് ചെയ്യാം. ഇതെങ്ങനെ കട്ട് ചെയ്യണം? ഓ കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല, എന്നാലും എങ്ങനെ കട്ട് ചെയ്യണം? എനിക്ക് എങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ തോന്നുന്നു. പക്ഷെ ട്രയാങ്കിൾ വേണോ സ്ക്വയർ വേണോ? നീ ഒരു ചെറിയ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ ഓക്കെ. എന്നിട്ട് ഞാൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ. എന്നാ ശരി, ഒരു സൈഡ് കട്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അറ്റം തന്നെ പിടിക്കാം. കിട്ടിപ്പോയി. കിട്ടി ബോധിച്ചു. റെഡി? 1 2 3. ബനാനയുടെയും അത്ര സ്വീറ്റ് അല്ല ആവശ്യത്തിന്. ബട്ട് ഈ നമ്മുടെ കോട്ടിങ്ങും കൂടി ആകുമ്പോ കറക്റ്റ്. അടിപൊളി. മതി മതി, എനിക്ക് നിനക്കന്നെ. ഞാനെന്താ ഇവിടെ ലാമ്പ് പോസ്റ്റ്? ഇതിന് വരാനൊരു മടിയുണ്ട് ചെറിയ. സോ അതാണ് നമ്മുടെ അതാണ് നമ്മുടെ ചോക്ലേറ്റ് ബനാന കേക്ക്, അല്ലെങ്കിൽ ബനാന ചോക്ലേറ്റ് കേക്ക്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, നോർമൽ കേക്സിനാട്ടും ഹെൽത്തി ആണ്, ടേസ്റ്റിയുമാണ്. ആഹാ, അടിപൊളി. ഇനി ഇത് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഓരോ ദിവസവും കഴിക്കാനുണ്ട്. ഇത് നമ്മുടെ ഡിന്നർ അല്ലേ? അയ്യടാ, ഇത് ഡിന്നർ അല്ല, ഇത് ഓരോ ദിവസവും കുറച്ച് കുറച്ച് കഴിച്ചാൽ മതി. അതെ, നല്ല ഐഡിയ. ഓക്കെ, സോ എല്ലാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായം പറയുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറയണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ, മൈ ചാനൽ. ബൈ.